ഹായ് മക്കളെ, എവിടെ സാറാണ്. സോഷ്യൽ സയൻസ് നിൽക്കുമ്പോൾ ചില മക്കൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ട് വരും, ചില മക്കൾ പറയും കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ സാർ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് സോഷ്യൽ സയൻസിൽ ആക്ച്വലി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ 7th-ലാണെങ്കിലും 8th-ലാണെങ്കിലും ഇനി അങ്ങോട്ടാണെങ്കിലും നമുക്ക് എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയാനാണ്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി തന്നെയാണ്. അതിൽ നമ്മൾ പാസ്റ്റിനെ കുറിച്ചാണ് ഹിസ്റ്ററിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന CBSE-യുടെ 7th തൊട്ടുള്ള ക്ലാസ്സസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ജിയോഗ്രഫി. നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച്, നമ്മുടെ പ്രിമൈസസിനെ കുറിച്ച്, ലാൻഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച്, വെതർ, ക്ലൈമറ്റ്, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ കുറിച്ച്, ഗവൺമെൻറ്റിൻ്റെ ഫോർമേഷന്, അതിന് നിങ്ങൾക്കുള്ള റോൾ എന്താണ്, നമുക്കുള്ള റോൾ എന്താണ്, വോട്ട് എന്താണ്, വോട്ട് ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഇക്കണോമിക്സ് ആണ്. ഇക്കണോമിക്സിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സും ഇക്കണോമിക്കൽ ആക്ടിവിറ്റീസും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, അതുപോലെ നമ്മുടെ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സോഷ്യൽ ബീയിങ് എന്ന രീതിയിൽ നമ്മൾ ഇക്കണോമിക്കലായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ് ഇക്കണോമിക്കൽ ആക്ടിവിറ്റീസിൽ, ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അടിപൊളിയായി പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ 8th CBSE മക്കൾക്ക് വേണ്ടി സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബാച്ചാണ് യോധ ബാച്ച്. യോധ ബാച്ചിനെ കുറിച്ച് മക്കൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അറിയാമെന്ന് സാറിന് പറയാം. അപ്പോൾ ഇപ്പോൾ സാറ് പറയാൻ വന്നിട്ടുള്ളത് യോധ ബാച്ച് ഇപ്രാവശ്യം നമുക്ക് 3 പ്ലാനുകളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ബേസ് പ്ലാന്, ഇൻഫിനിറ്റി പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ എന്നിങ്ങനെ 3 പ്ലാനുകളായിട്ടാണ് മക്കളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി ക്ലാസ്സസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും, DPPs അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി എന്തുണ്ടാവും, എക്സാമിനേഷൻസ് ഉണ്ടാവും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മുടെ സ്കൂൾ എക്സാമിനേഷൻ എങ്ങനെയാണോ അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, ഏറ്റവും പ്രോ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് എന്തെങ്കിലുമൊക്കെ കൺസേൺസോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺഫ്യൂഷൻസോ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള എന്തുണ്ട് അവസരങ്ങളുണ്ട്. ഇങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സാണ് നമ്മുടെ ഈച്ച് ആൻഡ് എവരി ബാച്ചസിലുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഇതുവരെ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്താം. നമുക്ക് അടിപൊളിയായിട്ട് ഈ വർഷം എന്ത് ചെയ്യാം, മൊത്തം ചാപ്റ്റേഴ്സും മൊത്തം ടോപ്പിക്സും പഠിച്ച് മുമ്പോട്ട് പോകാം.